വർഷം കൂടി തന്നു കഴിഞ്ഞാലും ആസാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പറഞ്ഞവരുടെ ആസാം മുഴുവനും വെള്ളപ്പൊക്കത്തിലായി കഷ്ടപ്പെടുമ്പോ ഒരു ആയുസിന്റെ കഷ്ടപ്പാട് മുഴുവനും സെക്കൻഡുകൾ കൊണ്ട് ഒലിച്ചു പോകുമ്പോ അല്ലാഹുവേ പടച്ചവരെ എത്രയോ കെട്ടിടങ്ങളാണ് സെക്കൻഡുകൾ കൊണ്ട് നിലംപരിശാകുന്നതെന്നറിയോ. എല്ലാവരും ജീവനം കൊണ്ട് ഓടുകയാണ്. നൂറുകണക്കാണ് ഗ്രാമങ്ങളിൽ നിന്നും വെള്ളത്തിനടിയിലാണ്. ഒരുപാട് ആളുകളെ കാണാതെ പോയിട്ടുണ്ട്. അല്ലാഹുവേ ഇത്തരം ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കണേ അല്ലോ. നീ സംരക്ഷിക്കണേ അല്ലോ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കള്ളം കഞ്ചാവ് ലഹരികളോ അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും അനാചാരങ്ങളുമല്ലോ ഒരു നാട്ടിൽ നടന്നു കഴിഞ്ഞാ അള്ളാന്റെ പരീക്ഷണങ്ങൾ കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഉയർച്ചയുടെ ഉത്തുംഗതയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ എത്ര വലിയ അഹങ്കാരിയായി മാറിയാലോ മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യൻ ബലഹീനനാണ്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലോ, എത്ര വലിയ ഉത്തുംഗതയിലെത്തിയെന്ന് പറഞ്ഞാലോ, എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലോ, മനുഷ്യനൊരു പ്രകൃതിക്ഷോഭം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ നിസ്സഹായനാണ്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. ഖുലിഖൽ ഇൻസാനു ളഈഫാ. അല്ലാഹുവേ ഇത്തരം ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്.